എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ചെറുപയർ പരിപ്പ് ദോശയാണ്. ഇനിയിപ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയാലും ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇനി ദോശ തയ്യാറാക്കാം. ചെറുപയർ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ദോശ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പരിപ്പ് നല്ലതുപോലെ കഴിക്കുന്നതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. അരമണിക്കൂറിന് ശേഷം കുതിർന്നു വന്നിട്ടുള്ള പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് പരിപ്പ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യമായ 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതേ ബൗളിലേക്ക് തന്നെ മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നേരം തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കുക. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ പതഞ്ഞൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ദോശ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണയും കൂടി തടവിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ദോശ നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ചതച്ച മുളക് ചേർക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നല്ല പോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ആദ്യ ദോശ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായ ചെറുപയർ പരിപ്പ് ദോശ ഇവിടെ റെഡിയാണ്. ചെറുപയറൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരൊരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.